പ്രിയമുള്ളവരെ, ഞാനിപ്പോഴുള്ളത് കേരള സൺ മാതാ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന ആയുർവേദ ഹോസ്പിറ്റലിലാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. നമ്മോടൊപ്പം ഡോക്ടർ ദർശനയും വൈദ്യർ സണ്ണിയും ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ. സണ്ണി സാറേ, എന്തൊക്കെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ കാര്യമായിട്ട്? ഇവിടെ കാര്യമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് വെരിക്കോസ് ആയിട്ടാണ് വരുന്നത്. വെരിക്കോസ് ഡിസ്ക് സംബന്ധമായ കേസ്, ആ മാറാത്ത എല്ലാ കേസും, ക്യാൻസർ ഒഴിച്ച എല്ലാ കേസും ഇവിടെ വരാറുണ്ട്. കൂടുതൽ പുറത്തുനിന്നാണ് ആൾക്കാർ വരണേ. അതായത് ഇപ്പോൾ ഒമാനിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. ഒമാനിൽ സൗദിയിൽ 2 പേര് വന്ന് ചികിത്സയിൽ പോയി. അവർ പറഞ്ഞ കേസ് വരുന്നവരാണ് അവർ. ചെന്നൈ. നമുക്ക് ആർക്കും വേണ്ടാത്ത കേസ് പറയാൻ കാരണം വെരിക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖം കൂടുതലും നമ്മുടെ കേരളത്തിൽ ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരും സ്റ്റാർട്ടിങ്ങിനാരും വരാറില്ല. പല ചികിത്സ കഴിഞ്ഞാൽ പൊട്ടി അൾസറായി അങ്ങനെ വരുന്ന കേസാണ് നമുക്ക് കൂടുതലുള്ളത്. അതായത് കുറേ അധികമായതിനു ശേഷമാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും അഡ്മിറ്റിനുള്ള സൗകര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ലേഡീസാണ് പറഞ്ഞത്. അമ്മമാരും അവർ മറ്റുള്ള സ്ത്രീകളും അഡ്മിറ്റ് അങ്ങനെ റൂം സൗകര്യങ്ങളുണ്ട്. ലേഡീസിന് ലേഡീസ് ഉണ്ട്, ജെൻസിന് ജെൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ പോകണം. ലേഡീസിന് ട്രീറ്റ്മെൻറ്റിനുള്ള ലേഡീസ് തന്നെ ഉണ്ടല്ലേ? നിങ്ങൾ ഡോക്ടർ ദർശന, പിന്നെ നിങ്ങൾ ഇവിടെ കുറേ ആയോ? ആയി. വൈദ്യർ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റും നിങ്ങളും ചെയ്യാറുണ്ട്? അങ്ങനെ പ്രധാനമായിട്ട് എല്ലാ കേസും IP സൗകര്യമുണ്ട്. ബൈസ്റ്റാൻഡേഴ്സിന്റെ ആവശ്യമില്ല. അങ്ങനെ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അങ്ങനെ നമുക്ക് പ്രശ്നമില്ല. ബൈസ്റ്റാൻഡേഴ്സ് ആവശ്യമില്ല. പിന്നെ ഫുഡെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് അതായത് വരുന്ന പേഷ്യൻറ്റിന് ഫുഡ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ലേഡീസ് സ്റ്റാഫിനാണ് ട്രീറ്റ്മെന്റ് നോക്കുന്നത്. ലേഡീസ് സ്റ്റാഫിനുണ്ട്. സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ടോ? രണ്ടെണ്ണം, മെയിലിനും ഫീമെയിലുമായിട്ട്. പ്രൈവസിയുടെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഓക്കെ. സൗകര്യം, ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാമോ? വിശാലമായ സൗകര്യമുണ്ട്. റൂമുകൾക്കൊക്കെ നല്ല പ്രൈവസി ഉള്ള ഏരിയ, ശാന്തമായ ഏരിയ. വയനാട്ടിലെ ഹൃദയഭാഗത്താണ്, കൽപ്പറ്റയിൽ. നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് കുറേ ആയോ? ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് 10 ദിവസത്തിൽ കൂടുതലായി. 10 ദിവസം കൂടുതലായി. ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ? എനിക്ക് ഞാൻ വരുമ്പോൾ കാല് നല്ലോണം നീര് വെച്ചിരുന്നു. പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇവിടെ വന്ന് 3 ദിവസം തുടർച്ചയായി കാല് നന്നായി ഒഴിഞ്ഞ് നീരെല്ലാം ഇപ്പോൾ ഒരുപാട് നല്ല മാറ്റമുണ്ട് കാല്. പിന്നെ അത് കളറ് മാറി വരണമെങ്കിൽ പിന്നെ രക്തം ഇജാമ ചെയ്യുന്നത് പോലെ എടുക്കണമെന്ന് പറഞ്ഞു. ആ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് 3-4 തവണ എടുത്തു. അതിനനുസരിച്ചുള്ള മാറ്റമുണ്ട്. ഇനിയിപ്പോൾ അത് പൂർണ്ണമായി ആവണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് മനസ്സിലാകുന്നത്. കുഴപ്പമില്ല, നമ്മൾ വന്നതുകൊണ്ടുള്ള ആശ്വാസമുണ്ട്. വന്നപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് പിന്നെ തടിപ്പുണ്ടായിരുന്നു. ചെരുപ്പൊന്നും എനിക്ക് ഇടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ മണ്ണൊക്കെ കുറഞ്ഞ നീരൊക്കെ ഏകദേശമൊക്കെ പോയി വരുന്നുണ്ടല്ലേ? അപ്പോൾ കളറും കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക സണ്ണി സാറേ. ഇത് നമ്മുടെ കൽപ്പറ്റയിലെ കളക്ടർ ബംഗ്ലാവ് എന്ന് പറയും. കളക്ടർ ബംഗ്ലാവ്. SP ഓഫീസ് കളക്ടർ ബംഗ്ലാവ്. KSRTC ഡിപ്പോൻ്റെ അടുത്ത് കൽപ്പറ്റ. ഇത് 4 ഒരുമിച്ചാണ്. മെയിൻ റോഡ് തന്നെ. എന്താ കുളപ്പനാല. ഇത് ലേഡീസിനുള്ള ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാം 3 ആൾക്ക് ഒരേ സമയം അല്ലേ? സ്റ്റീം. അതെ, അവിടെ സ്റ്റീം ബോക്സ് അല്ലേ? ഏറ്റവും കൂടുതൽ ലേഡീസാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. വെരിക്കോസ് സംബന്ധമായി ചികിത്സയിലും വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് പ്രത്യേക ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യം കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടിയാണ്. മാറിയില്ലെങ്കിൽ റിട്ടേൺ പൈസ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് നമ്മുടെ ഗ്യാരണ്ടി. പല സ്ഥലങ്ങളിൽ പോയിട്ട് ചികിത്സ കഴിഞ്ഞ് ടീം ആരും വരാത്തവരെ വരിക. പല സ്ഥലത്തുനിന്നും മടക്കിയ കേസുകളാണ് കൂടുതലും വരിക. തീർച്ചയായിട്ടും പല സ്ഥലത്ത് പോയി വർഷങ്ങളോളം 10 വർഷം 15 വർഷം മരുന്ന് കഴിച്ച് മാറാത്ത കേസ് അങ്ങനെയുള്ള ആരുണ്ടെങ്കിലും കേരള സൺമാത ആയുർവേദം കൽപ്പറ്റയായിട്ട് ബന്ധപ്പെടാം. ധൈര്യമായിട്ട് പോന്നോളൂ.
9605887205. ഓക്കെ, നമ്പർ നമുക്ക് ഇതിൻ്റെ താഴെ ആ, കൊടുക്കാം. കാണിക്കാം. താഴെ നമുക്ക് കൊടുക്കാം. ഇനി ജംഗ്ഷന്റെ റൂം അപ്പുറത്തുണ്ട്. ഈ പേഷ്യൻ്റ് ഒമാൻ എന്നുള്ള അല്ലേ? ഒമാനിൽ നിന്ന് വന്നതാണ്. ആ, ഓക്കെ. ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. ആ. ഒരു വെയിൻ കംപ്ലീറ്റ് സ്റ്റെക്കാണ്. സ്റ്റക്കാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ടും അറിയില്ല. അങ്ങനെ നമ്മുടെ ഒരു പ്രശ്നം കണ്ടിട്ട് അവർ വന്നതാണ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അടിപൊളി. പോയി കഴിഞ്ഞാൽ അവർക്ക് പോവാം. 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ്. 14 ദിവസത്തെ. അതെ. അപ്പോൾ അവർ ഇവിടെ തന്നെ അവർ റൂം 3 സ്റ്റാർ ഹോട്ടൽ എടുത്തിട്ടുണ്ട്. പുറത്ത് റൂം എടുത്ത് ഡെയിലി ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. 4 ദിവസമായി വന്നിട്ട്. നമ്മളെ വൈദ്യർ എന്താ പേര്? രാജു. 4 വർഷമായി നമ്മളെ കൂടെ തന്നെ. നമുക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടോ? ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം കൂടി ഒന്നാക്കി. അടിവാരത്തുണ്ടായിരുന്നു, കുന്നമംഗലത്തുണ്ടായിരുന്നു. 25ാമത്തെ ക്ലിനിക്കാണ്. 25ാമത്തെ ക്ലിനിക്ക് നമ്മൾ 25ാമത്തെ ഹോസ്പിറ്റലാക്കി മാറ്റി. ചെറിയ ക്ലിനിക്കുകളൊക്കെ ഒഴിവാക്കി എല്ലാ സർവീസും കൂടി ഒറ്റ ഒരു കുടക്കീഴ്. 3 ഡോക്ടർമാരുണ്ട്. 10-12 പേഷ്യന്റ് ഉണ്ട്. ഡെയിലി വന്ന് കൊണ്ടുവരാണ്. സൺഡേ ആയാലും ആളുണ്ട്. 100% ഉറപ്പോട് കൂടി ആർക്കും വരാം. അതെ അതെ. സ്വന്തം വീട് വരി നിൽക്കാം. അതെ അതെ അതെ. ഫുഡ് വരെ നമ്മൾ എല്ലാം ഉണ്ട്. അവിടുത്തെ സ്റ്റാഫുകളിൽ പെട്ട ആളുകളാണ്. അതെ അതെ. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫാണ്. നിങ്ങളുടെ പേരെന്താ? വിജി. ഇവിടെ തന്നെയാ? ഇവിടെ തന്നെ അടിവാരം. അടിവാരത്താ? ഇതിൻ്റെ പുറം ഭാഗമൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലേ വൈദ്യരെ? അതെ അതെ, തീർച്ചയായിട്ടും. ഇവിടെ വരുന്നവർക്ക് വളരെ ഹാപ്പിയാണ്. അതെ അതെ. ട്രീറ്റ്മെന്റും ക്ലിയർ ആയി. അതെ, വയനാട് കാണാം. അതെ, നല്ലൊരു കൂളിംഗ് ആണ്. എസിയുടെ ആവശ്യമില്ല. എ സിയുടെ ആവശ്യമില്ല. അതെ അതെ. ഇപ്പം തന്നെ നല്ലൊരു തണുത്ത കാറ്റ്. കാപ്പിയും ഏലം, ഇത് ഏലം, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വെജിറ്റബിൾ ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട്. ഫുഡ്. അതെ അതെ അതെ. വർഗ്ഗങ്ങളാണ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതെ അതെ അതെ. അത് കിടന്ന് എല്ലാം കാണും. നല്ല വിശാലമായ കിച്ചൺ. ഫുഡ് ഉണ്ടാക്കാനായിട്ട് തന്നെ ഒരാളെ ഉണ്ടല്ലേ? ഓക്കെ, ഇനി വന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മളായിക്കോളാം. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ, എല്ലാ സാധനവും. സ്റ്റാഫ് റൂം. അതെ, കാർ പാർക്കിംഗ് സൗകര്യം. പച്ചക്കറികളൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ഓർഗാനിക് ഫുഡ്. കൂടുതലും വെജിറ്റബിൾ തന്നെ ആയിരിക്കും. കൂടുതലും വെജിറ്റേറിയൻ. പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാറില്ല. ആവശ്യത്തിനുള്ള ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. നിങ്ങളെ പേരെന്താണ്? അബ്ദുൽ നാസർ. നിങ്ങൾ എവിടുന്നാ? ഞാൻ അടിവാരം കൈതപ്പൊയിൽ നോളജിറ്റിൻ്റെ അടുത്ത്. നോളജിറ്റിൻ്റെ അടുത്ത്. ഇവിടെ എന്ത് പ്രശ്നമായിട്ടാണ് വന്നത്? നടുവേദന. അപ്പോൾ എത്ര ദിവസമായി ഇവിടെ? ഇവിടെ ഇപ്പം വന്നിട്ട് 5 ദിവസമായി. 5 ദിവസമായി. ഈ 5 ദിവസം കൊണ്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട്? എൻ്റെ റിസൾട്ട് ഇപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി നിന്നിട്ട് എനിക്ക് പോവാം. അതിന് മുന്നേ ഞാൻ ഇവിടെ ചികിത്സയ്ക്ക് മാറിപ്പോയതാണ്. പിന്നെ എൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം വീണ്ടും ചെയ്യാൻ പറ്റാത്ത ചെയ്തു പോയതുകൊണ്ട് വീണ്ടും വന്നു. അത് ചെയ്യാറെന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. അതെ അതെ അതെ. അത് നമ്മൾ ചെയ്യാറ്. അത് ചെയ്തതാണ് എനിക്ക് പറ്റിയത്. രണ്ടാമതും വേദന വരാൻ കുനിയാ നൂരുക ഇതൊന്നും ചെയ്യാറ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തു. അതുകൊണ്ട് വീണ്ടും വന്നപ്പോൾ വീണ്ടും ചികിത്സ നടന്ന് ഇപ്പോൾ ഏകദേശം ഇനി നാളെ കൂടി ട്രീറ്റ്മെന്റ് മറ്റന്നാളത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഞാൻ പോകും. നിങ്ങൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ സൗദിയിലാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ സൗദിയിലേക്ക് തിരിച്ചു പോകും. അതിനുള്ള ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നമ്മളെ നല്ല കെയർ ചെയ്ത ഡോക്ടർമാരും വൈദ്യരാണെങ്കിലും വൈദ്യര് വിചാരിച്ച പോലെ അല്ല. അല്ല 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 വൈദ്യര് നല്ല ഗ്ലാമറാണ് കേട്ടോ. പറയാനില്ല. ആയുർവേദ എണ്ണയല്ലേ കുടിക്കണേ? ആയുർവേദ എണ്ണ വൈദ്യര് കുടിക്കുന്നത്. ആള് നമ്മുടെ സ്വന്തം വീട് വരികയാണ്. ഇവിടെ ആളുടെ വൈഫുണ്ട് ഇവിടെ. അടിപൊളി. ഒരു സുഖവാസ കേന്ദ്രമായിട്ടാണ് ആളിപ്പോ നിലവിൽ നിൽക്കുന്നത്. ഭാര്യനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അല്ല. അതെ അതെ അതെ. നല്ലൊരു ഇതുണ്ട് ഇവിടെ. അതെ അതെ. ഒരാൾ വരെ വന്നിട്ട് തിരിച്ചു ഞാൻ ഇവിടെ വന്നത് കൊണ്ടുവരാണ് വളഞ്ഞു കൊണ്ടുവന്നേ. അത് ശരി. അതിന് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് അത് അതിന്റെ വരെ പോയി. അത് ശരി. പെട്ടെന്ന് റിസൾട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചികിത്സ കിട്ടാതെ വരുന്ന ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ പോയിട്ട്. ഞാൻ അതേപോലെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എരുമാട് എന്ന സ്ഥലത്ത് പോയി, ഏച്ചം എന്ന സ്ഥലത്ത് കമ്പളക്കാട് അവിടെ പോയി, പിന്നെ ഇക്രയിൽ പോയി, ശാന്തി പോയി, പിന്നെ വേറെ കട്ടിപ്പാറ ഇതുണ്ട് ഇതേമാതിരി അവിടെ പോയി. അതൊന്നും കിട്ടാത്ത റിസൾട്ടാണ് ഇവിടുന്ന് കിട്ടിയത്. എല്ലായിടത്തും പോയിട്ട് എല്ലായിടത്തും മടക്കുന്ന കേസുകളാണ് കൂടുതലും വരുന്നത്. പരസ്യമിടാറില്ല. പക്ഷെ ആളുകൾ അറിയണല്ലോ നല്ലല്ലേ. ഓക്കെ. അതെ 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 അതെ. അല്ല, ആളുകളിലേക്ക് ഇത് എത്തണമല്ലോ, എന്നാലല്ലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ.
ഇന്ന് സൺഡേ ആണ്, ഇന്ന് ആള് കുറവാണ്. ആ ഇന്ന് നമുക്ക് ഫുൾ ആളാണ്. ഡെയിലി വന്ന് പോലെ 10 പേഷ്യന്റ് അതെ ഡെയിലി രാവിലെ ഒരു 5-6 പേരോളം വരും. അപ്പൊ ഇവിടെ അഡ്മിറ്റ് ഉള്ളവരുണ്ടാവും, ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ്. രാവിലെ വരുന്ന പോലെ അതാ ദിവസം വരുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല മൈൻഡ് ചെയ്യാനല്ല, അതായത് വന്ന് പോകുന്നത് ചിലപ്പോൾ കുറച്ച് ദൂരമുള്ളവരൊക്കെ നമ്മളിവിടെ അല്ല, ആ ഒരു പരിഗണന വേണമല്ലോ, ഒരു ബോണ്ടാണല്ലോ. അലൈൻമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ സെറ്റിംഗ്. ആ അപ്പൊ 3 ദിവസം ആൾക്ക് അത് ശരി. ചെയ്തു. അത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. കാരണം ഡിസ്ക് ബൾജ് ചെയ്ത് കാല് വേദന, കൈ വേദന, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഞെട്ട പൊട്ടിച്ച് അലൈൻമെന്റ് സെറ്റിംഗ് ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു നല്ല റിസൾട്ടാണ്. നല്ല മുന്നേറ്റമാണ് അച്ചീവ്. നല്ല മുന്നേറ്റം, നല്ല മുന്നേറ്റം. കാരണം എനിക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടെ നേഴ്സ് കിടക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജിലെ നേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ശരി. പുള്ളിയോട് ചോദിച്ചാൽ നിങ്ങളുടെ പേരെന്താ? വിനീഷ്. എവിടെ വീട്? താമരശ്ശേരി. താമരശ്ശേരി. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നിട്ട് കുറേ ആയോ? 7 ദിവസം. 7 ദിവസം. എത്ര ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് മൊത്തം? 14 ദിവസത്തെ. എന്താ നിങ്ങളുടെ പ്രശ്നം ശരിക്കും? നട്ടലിന് ബൾജ്. ഇപ്പം എങ്ങനെയാണ് 7 ദിവസം കൊണ്ട് എന്താ റിസൾട്ട്? റിസൾട്ട് കുറവുണ്ട്. മാറ്റമുണ്ട്. ഓക്കെ. ആൾക്കും ചെയ്തായിരുന്നു, അലൈൻമെന്റ് ചെയ്തായിരുന്നു. അലൈൻമെന്റ് ചെയ്തിരുന്നു. നേരത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ച് എല്ലാം ക്ലിയർ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റിംഗ് വരും. അപ്പോൾ ആളെ ചെയ്തു. വേറെ 2 ആളുണ്ട്. ഇപ്പോൾ സൺഡേ ഇല്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. അതെ, ആളുകളൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ജനങ്ങളിലേക്ക് എത്തണം. ചികിത്സ കിട്ടാണ്ട് അനേകം ആൾക്കാരുണ്ട്. അതെ. സത്യസന്ധമായ ഒരു മെസ്സേജിന് റിസൾട്ട് ഇല്ല. കാരണം എങ്ങനെയാണല്ലോ പരസ്യത്തിൽ കുറയാണ് ജനങ്ങൾ പോണേ. അതെ. ദിവസം കൊണ്ട് വിശ്വാസം മാറുന്ന പറഞ്ഞ പോകാനാണ് ഏറ്റവും കൂടുതൽ. 1 ലക്ഷം രൂപ, 50,000, 60,000 ഡയറബിളിയാണ്. നമ്മൾ നിസ്സാര ഒരു പൈസയിലാണ് വെരിക്കോസ് പറഞ്ഞ അസുഖം പൂർണ്ണമായി മാറ്റി കൊടുക്കുന്നത്. മാറിയിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുന്ന പറയുന്നത്. റിട്ടേൺ പൈസ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും 100% ഒക്കെ. എത്ര പൊട്ടി അലസ്ത്രാണെന്ന് ഇവിടെ വരുള്ള ആൾക്കാർ ആരും വരില്ല. അങ്ങനെ എന്താ പറഞ്ഞാൽ എല്ലാ പൈസ കൊണ്ട് ചിലവാക്കിയിട്ട് ഇവിടെ വരുമ്പോൾ കണ്ടിരുന്നു. പല ഹോസ്പിറ്റലിലും പോയിട്ടുള്ള പൈസ ഒക്കെ ചിലവാക്കിയ ശേഷം വരും. അവിടെ അത്ര കൊടുത്ത് 50 വർഷമായ ഒരു ഉപ്പാന്റെ കാലുണ്ട് ഇവിടെ. കാല് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നിപ്പോൾ ആളില്ല ഇവിടെ. അത് ശരി. ഞാൻ പോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി 50 വർഷമായി വെരിക്കോസായിട്ട്. ആൾ പോകാത്ത സ്ഥലങ്ങളില്ല. 85 തൊട്ട് തുടങ്ങിയതാണ്. അത് ശരി. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെരിക്കോസായിട്ടോ മരുന്ന് കഴിച്ച് എത്ര കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങളുണ്ട്. കാല് വേദന, മസിൽ പിടുത്തം, ഉറങ്ങാൻ പറ്റാതെ മസിൽ കയറ്റം, അങ്ങനെയുള്ള അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ. മൈഗ്രീന്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേക സംഭവം ഉണ്ട്, ലക്ഷ്മി തെരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിൽ ഉണ്ട് ഇവിടെ. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. പരസ്യത്തിൽ കൂടെ അല്ല ജനങ്ങളെ എത്തിച്ചേക്കണേ. മൗത്ത് പബ്ലിസിറ്റി. ഈ എണ്ണ തേച്ച് 20 വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്ന തന്നെ നല്ല റിസൾട്ടാണ്. ലണ്ടൻ, അമേരിക്ക അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ സൗകര്യമുണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ ട്രീറ്റ്മെന്റ് വന്നവരാണ് കൂടുതൽ നമ്മൾ അവിടെ പോയിട്ട് പബ്ലിസിറ്റി ചെയ്തിട്ട് കൊറിയർ അയച്ചു കൊടുക്കാം. ചെന്നൈ പോകുന്നുണ്ട് ആളുകൾ. ബോംബെ. പിന്നെ കൃഷ്ണപ്പള്ളി നിന്നാണ് ഏറ്റവും കൂടുതൽ 95 വയസ്സുകാർ അമ്മ വന്നിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ പോയതാണ്. അങ്ങനെ പല ഭാഗത്തും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നടു വളഞ്ഞു പോയി, കാല് വളഞ്ഞു പോയി, ഇതിപ്പോൾ എങ്ങനെ നീർന്ന് നടക്കണേ, അങ്ങനെയുള്ള ആരുണ്ടെങ്കിലും നമ്മുടെ കേരള സന്മാതായിട്ട് കൽപ്പറ്റ ബന്ധപ്പെടാം. കേരള സന്മാത ആയുർവേദ ഹോസ്പിറ്റൽ കൽപ്പറ്റ. ഇത് നമ്മുടെ 25ാമത്തെ ഹോസ്പിറ്റലാണ്. ഇത്രയും കാലം ക്ലിനിക്കായിരുന്നു. 24 ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി നമ്മൾ ഇവിടെ ഒന്നിച്ച് 25ാമത്തേത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നിങ്ങൾ ആര് വന്നാലും ഇനിയിപ്പോൾ കൂടെ നിൽക്കാൻ ആളില്ല, പ്രായമായി നോക്കാൻ ആളില്ല, അതൊന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ സ്വന്തം വീട് പോലെ നമ്മളിവിടെ പോകും. ആർക്ക് വേണമെങ്കിലും കൊണ്ടാകും. നിങ്ങൾ പറഞ്ഞ ഓയിൽ ഏതാണ്? കാണാൻ പറ്റുമോ? ഇതാണല്ലേ ആ ഓയിൽ സാർ പറഞ്ഞ? അതെ, ഇത് ലക്ഷ്മി തെരു ഹെയർ ഓയിൽ എന്ന് പറയും. ലക്ഷ്മി തെരു ഹെയർ ഓയിൽ. ഇത് മുടി വളരാനും അതുപോലെ താരൻ, പൊടിത്താരൻ, പൊറ്റത്താരൻ, തലയിൽ ഉണ്ടാകുന്ന ചെരങ്ങ്. മുടിയിൽ നമുക്കറിയാം ചില കുട്ടികളുടെ തലയിൽ ഇങ്ങനെ റൗണ്ടായി മുടി കൊഴിഞ്ഞു പോകാം. അതൊക്കെ ഒറ്റ ആഴ്ച കൊണ്ട് ഇതിന്റെ റിസൾട്ടാണ്. ഇത് നമ്മൾ അനേക വർഷങ്ങളായ 20 വർഷങ്ങളോളായിട്ടുണ്ട്. ഒരു യാതൊരു കെമിക്കലോ കർപ്പൂരോ അങ്ങനെ ഒന്നും നാച്ചുറൽ. എവിടെ വേണമെങ്കിലും ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. കെമിക്കൽ അങ്ങനെ ഒരു ഐറ്റം ഇതിലില്ല. അത്ര നല്ല തന്നെ. കാല് ചൊറിച്ചിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഉപയോഗിക്കാം. ലക്ഷ്മി തെരു ഹെയർ ഓയിൽ 1 മണിക്കൂർ തലയിൽ തേച്ചിടണം. കൊറിയർ സൗകര്യം ഉണ്ട്, നമ്മൾ അയച്ചു കൊടുക്കും അല്ലേ? കൊറിയർ. ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടായി കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട്. ഇത് 1 മണിക്കൂർ നമ്മുടെ തലയിൽ തേച്ചിടണം. അതിന് ശേഷം ഷാമ്പോ, സോപ്പോ, മറുപടിയോ എന്ത് വേണമെങ്കിലും വാഷ് ചെയ്ത് കളയാം. തലവേദന, അതേമാതിരി കഫക്കെട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എത്ര വർഷമായിട്ട് എണ്ണ തേക്കാത്ത ആർക്ക് വേണമെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കാം. ഒന്നും സംഭവിക്കില്ല. 100% ഗ്യാരണ്ടി. സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് പറഞ്ഞത് സത്യം അല്ലാന്നുണ്ടെങ്കിൽ പൈസ റിട്ടേൺ നമ്മൾ പൈസ റിട്ടേൺ കൊടുക്കും. നമ്മൾ പറയുന്നത് ഫലിച്ചില്ലെങ്കിൽ അതെ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം.